അപ്പോൾ ലക്ഷ്മി, ഞാൻ വിചാരിച്ച മാതിരി ഒന്നല്ല, സംഭവം അടിപൊളിയായിട്ടുണ്ട്. കണ്ടില്ലേ, അതാണ് നമ്മുടെ കോളേജ്. അപ്പോൾ ഈ പിന്നെ അഭിനയിച്ച സന്തോഷ് പണ്ഡിറ്റ്, പിന്നെ രഞ്ജിനി ഹരിദാസ്, റിമി ടോമി, ബാബുരാജ്, എല്ലാവർക്കും എൻ്റെ ദർശന ടി വിയുടെയും അഭിനന്ദനങ്ങൾ. കീപ് ഇറ്റ് അപ്പ്. ഒന്ന് കൈയടിച്ചേ ഗായ്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ആരാണ് ഇതിൽ ലീഡ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. പക്ഷെ അതിന് ടൈമുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പ് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? പിന്നെ ഞങ്ങളെ കോളേജിൽ ടാലന്റഡ് ആയിട്ടുള്ള എത്ര കുട്ടികളുണ്ടെന്ന വിചാരം. പിന്നെ അടുത്ത ആളെ വിളിച്ചോളൂ. ആരാണ്, എന്താണ് ചെയ്യുന്നത്? അടുത്തൊരു പാട്ടായാലോ അല്ലേ? ഓ, അതാകുമ്പോൾ എല്ലാവരും ഒന്ന് ആവേശമാവും. ശരി, നമ്മളെ കോളേജിൽ ഏറ്റവും നല്ലോണം പാടുന്ന ഒരു കുട്ടിയുണ്ട്, സനൽ. വാ, ഒന്ന് കൈ അടിച്ചതല്ലോ. സനൽ, സനൽ ഒരു പാട്ട്. ഓക്കെ, വാ സനൽ. ഏത് പാട്ടാ പാടുന്നത്? കണ്ണിമാങ്ങ പ്രായത്തിൽ. ഇപ്പോഴും കണ്ണിമാങ്ങ പ്രായം തന്നെയാ? കാലം കുറയില്ലേ? എന്നാലും ഏതായാലും ആ പാട്ട് പാടി ഒന്ന് നമ്മുടെ ആളുകളൊക്കെ ഒന്ന് ഇളക്കണം, ഇളക്കി മറക്കണം കേട്ടോ. നിന്നെ ഞാൻ കണ്ടപ്പോ മാമ്പഴമാകട്ടെ എന്റെ പൊന്നാരേ, മാമ്പഴമാകട്ടെ. കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പൊന്നാരേ, മാമ്പഴമാകട്ടെ. ഓ, കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പൊന്നാരേ, മാമ്പഴമാകട്ടെ. പാലിൽ കുളിച്ചാലും തേനിൽ കുളിച്ചാലും കാക്ക വെളുക്കില്ലേടി എന്റെ പുന്നാരെ, കാക്ക വെളുക്കില്ലേടി. പാലിൽ കുളിച്ചാലും തേനിൽ കുളിച്ചാലും കാക്ക വെളുക്കില്ലേടി എന്റെ പുന്നാരെ, കാക്ക വെളുക്കില്ലേടി. ഓ, ഇന്നലെ നീട്ട മഞ്ഞ ചൂരിദാറ് ആരുടെ കാശാണേടി എന്റെ പുന്നാരെ, ആരുടെ കാശാണേടി. ഓ, ഇന്നലെ നീട്ട മഞ്ഞ ചൂരിദാറ് ആരുടെ കാശാണേടി എന്റെ പുന്നാരെ, ആരുടെ കാശാണേടി. ഓ, കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടെ. ഓ, നാട്ടാരറിയാതെ വീട്ടിൽ ഞാൻ വന്നാല് വാതിലടച്ചിടല്ലേ എന്റെ പുന്നാരെ, ചുംബനം തന്നിടണേ. ഓ, കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ മാമ്പഴമാകട്ടെ എന്റെ പുന്നാരെ, മാമ്പഴമാകട്ടെ. അപ്പോ ആങ്കർ ഹണ്ടിന്റെ വിജയ ആരാന്ന് അറിയണ്ടേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ ആരായിരിക്കും? നോ ഐഡിയ. നമുക്ക് നമ്മളെ ജഡ്ജസിനോട് തന്നെ ചോദിക്കാം. ഇവിടെ അവതരിപ്പിച്ച മുഴുവൻ വിദ്യാർത്ഥികളും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പ്രൈസ് ആര്യ വേണുഗോപാൽ, രഞ്ജിനി ഹരിദാസ്. ആര്യ, കൺഗ്രാറ്റ്സ്. സെക്കൻഡ് പ്രൈസ് വൈശാഖ് ബാബുരാജ്. വൈശാഖ്, കൺഗ്രാറ്റ്സ്. തേർഡ് പ്രൈസ് ഹരിത റിമി ടോമി. കൺഗ്രാറ്റ്സ് ഹരിത. ഫോർത്ത് ശരണ്യ സന്തോഷ് പണ്ഡിറ്റ്. ശരണ്യ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. അപ്പോൾ ഇതാ ഫസ്റ്റ് പ്രൈസ് നേടിയിരിക്കുന്നത് നമ്മളെ ആരെയാണ്, അതോ രഞ്ജിനി ഹരിദാസോ? ആരെയാണ് ദ ബെസ്റ്റ് ആങ്കർ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആൻഡ് സെക്കൻഡ് പ്രൈസ് വൈശാഖ്. ദർശന ടി വിയുടെ ഒരു ചെറിയൊരു ഉപഹാരമുണ്ട്. അപ്പോൾ ലക്ഷ്മി, വളരെ നന്നായിരുന്നു. ഇവിടെ ഒന്നാം സമ്മാനത്തിന് അർഹനായ നമ്മുടെ അർഹയായ നമ്മുടെ പിന്നെ രഞ്ജിനി ഹരിദാസ്.
രഞ്ജിനി ഹരിദാസ് എന്ന പേരിലായിരിക്കും ഇനി ആര്യ അറിയപ്പെടുക. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. കയ്യടി ഒന്നുകൂടി ഒന്ന് ശക്തി വരട്ടെ. ഓക്കെ, ഇനിയിപ്പോൾ എല്ലാവരും രഞ്ജു എന്ന് വിളിച്ചാൽ മതി കേട്ടോ. നമ്മുടെ ആങ്കർ ഹണ്ട് ഇവിടെ അവസാനിച്ചു. അതിന് ഒന്നാം സമ്മാനമായിട്ട് വന്ന രഞ്ജിനി ഹരിദാസിന് ഇതാ എൻ്റെ വക ഒരു ഉപഹാരം. പിന്നെ ഇനി ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ രഞ്ജിനിയാണ്. ലക്ഷ്മിയും വേണം. എന്റെ വലിയൊരു പണി ഇവിടെ തീർന്നിരിക്കുകയാണ്. ഇനി ആരെയാണ് അങ്ങോട്ട് ആങ്കർ ചെയ്യേണ്ടത്? ഇത് ഓർക്കാപ്പുറത്ത് കിട്ടിയ ഒരു അടിയായി പോയി ലക്ഷ്മി. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരുന്ന് കുറേ ചിരിച്ചു, കുറേ ഉല്ലസിച്ചു, നല്ലോണം എൻജോയ് ചെയ്തു.